വ്യത്യസ്തമായിട്ടുള്ള വളരെ രുചികരമായ സ്ക്വിഡ് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഓരോ സ്ഥലത്തും വ്യത്യസ്ത പേരുകളാണിതിന്. എൻ്റെ നാട്ടിലിതിന് കണവ എന്നാണ് പറയാറുള്ളത്. ചില സ്ഥലങ്ങളിൽ കൂന്തൾ എന്നും പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിലിത് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പാനിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ചേർക്കണം. ചെറിയ ഉള്ളി കുറച്ചധികം ചേർക്കുന്നതായിരിക്കും രുചി. സവാളയുടെ ആവശ്യമില്ല. ഞാനിവിടെ ഒരു ചെറിയ സവാളയും ചെറുതായി അരിഞ്ഞ് ചെറിയുള്ളിയുടെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഉള്ളി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കണവ ചേർത്ത് കൊടുക്കണം. കണവ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ചെറിയ പീസാക്കിയിട്ടാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ്. എന്നാലും ഇതിൽ വെള്ളം ഉണ്ടാകും. 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണവയിൽ നിന്നും വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാതെ നന്നായി ഇളക്കി വേവിക്കണം. 3-4 മിനിറ്റ് വേവിച്ചാൽ തന്നെ കണവ വേകും. അതിൽ കൂടുതലായാൽ ഇത് റബ്ബർ പോലെയാകും. പിന്നെ പഴയതുപോലെ സോഫ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ വേവിക്കേണ്ടതായിട്ട് വരും. വെള്ളം ഒരുവിധം വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് നേരം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് നല്ല പാകമാക്കി എടുക്കണം. ഇതോടെ നമ്മുടെ സ്വാദിഷ്ടമായ കണവ തോരൻ റെഡിയായി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.